ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ കെ എം മാണി ഫൗണ്ടേഷൻ ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ ജോസ് കെ മാണി MP, പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന ബഹുമാന്യനും ആദരണീയനുമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ, നിയമസഭാ സ്പീക്കർ പുസ്തകം സ്വീകരണം, അതോടൊപ്പം മുഖ്യ പ്രഭാഷണവും നടത്തുന്ന ശ്രീ എൻ ശംഷീർ, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന ബഹുമാന്യരെ, അതോടൊപ്പം സദസ്സിൽ ഉപസ്ഥിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെയേറെ ചിന്തിപ്പിക്കുകയും അതോടൊപ്പം എല്ലാവരുടെയും മനസ്സിൽ ഒരു നിറഞ്ഞ സാന്നിധ്യമായി കണ്ണടയ്ക്കുമ്പോൾ തെളിഞ്ഞു വരികയും ചെയ്യുന്ന മാണി സാറിൻ്റെ ആത്മകഥ, ആ പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന ഈ സന്ദർഭം എന്തുകൊണ്ടും ഏത് തലത്തിലും അത് വളരെ പ്രൗഢോജ്വലമായി മാറി എന്നുള്ളത് അഭിമാനകരമാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ രണ്ട് തലത്തിലുമാണ് എൻ്റെ മനസ്സിലേക്ക് ആഹ്ലാദം നിറയുന്നത്. കേരള കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത KM മാണി സാറിൻ്റെ രാഷ്ട്രീയ ചരിത്രമാണിത്. ഒരു മകൻ എന്ന തലത്തിൽ ഞാൻ അടുത്തു നിന്ന് കണ്ട എൻ്റെ പിതാവിൻ്റെ സ്നേഹസമനായ അച്ചാച്ചൻ്റെ ജീവിത കഥയുമാണിത്. 1990-91 കാലഘട്ടത്തിലാണ് ഈ ആത്മകഥ എഴുതുവാൻ തുടങ്ങിയത്. ഏതാണ്ട് 20 വർഷക്കാലം എടുത്തു ഈ ആത്മകഥ പൂർത്തിയാക്കുവാനായിട്ട്. അച്ചാച്ചന് ഒരു ശീലമുണ്ടായിരുന്നു. എപ്പോഴും ഒരു ചിറ്റ് ബുക്ക് എടുത്ത് അതിലെപ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കുറിക്കുമായിരുന്നു. നമ്മൾ ഓരോ ദിവസവും മാണി സാറിനെ സ്പർശിച്ച വ്യക്തികളും സംഭവങ്ങളും ഒക്കെ ആ ചിറ്റ് ബുക്കിൽ എപ്പോഴും കുറിക്കും. വിദേശത്ത് പോയാലും മറുനാട്ടിൽ പോയാലും ആരെ കണ്ടാലും അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് അന്നത്തെ കാലത്തൊക്കെ അത് പ്രിന്റ് ചെയ്ത് അതിൻ്റെ പുറകിൽ ആരൊക്കെയാണ് ആ ഫോട്ടോയിലുള്ള, എവിടെ വെച്ചാണ്, എപ്പോഴാണ്, ഏത് വർഷമാണ്, ഇതെല്ലാം കുറിക്കുമായിരുന്നു. ആ കുറിപ്പുകളുടെ ഒരു ശേഖരമാണ് ഈ ബുക്കിൻ്റെ ഏറ്റവും ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ. തേവര കോളേജിലും തൃശ്ശിനാപ്പള്ളി കോളേജിലും മദ്രാസ് ലോ കോളേജിലുമാണ് പഠനം പൂർത്തിയാക്കിയത്. ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രത്തോടുള്ള ദാഹം തന്നിൽ ഉള്ളിലുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ തന്നെ മാണി സാർ എഴുതിയിട്ടുണ്ട്. മാണി സാറിൻ്റെ വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും ഈ പുസ്തകം സഞ്ചരിക്കുന്നത് കേരളത്തിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയ ചരിത്രത്തിലേക്കാണ്. കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ KM മാണി എന്ന നേതാവ് തൻ്റെ നിരന്തര പരിശ്രമങ്ങളിലാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറ്റുവാൻ കഴിഞ്ഞത്. കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം വളരെയധികം വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്, പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്, പോരാട്ടങ്ങൾ വേണ്ടി വന്നു. അത്തരം സാഹചര്യങ്ങളിലെല്ലാം അനുകൂലമായ മാണി സാർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു ശേഷിയുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ മാഗ്നറ്റിസം എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് ഈ പുസ്തകത്തിൽ വായിക്കുന്നവർക്കൊക്കെ അത് വ്യക്തമാക്കുവാൻ കഴിയും. 53 വർഷക്കാലം നിയമസഭാ പ്രവർത്തകനായിരുന്നു മാണി സാർ. എത്രയോ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പലപ്പോഴും പറയാറുണ്ട്, ഇൻ ദ സോൾ ഓഫ് മൈ ബഡ്ജറ്റ് ലൈ ദ ടോയിലിംഗ് മാസ്റ്റർ ഡൗൺ ട്രോഡൻ. എൻ്റെ ബഡ്ജറ്റിന്റെ ആത്മാവ് തന്നെ അത് അധ്വാനവർഗവും അതുപോലെ തന്നെ പാവപ്പെട്ടവരുമാണെന്നത്. അങ്ങനെ എത്രയോ ബഡ്ജറ്റുകൾ, സംവാദങ്ങൾ, പ്രസംഗങ്ങൾ, അങ്ങനെയുള്ള ആ സംവാദങ്ങൾ, അതിലെല്ലാം മാണി സാറിന് നേതൃത്വം കൊടുത്തു നൽകിയ കേരള നിയമസഭ തന്നെ പ്രകാശനത്തിന്റെ വേദിയാക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്.
ഇത് പ്രകാശനം നടത്തുമ്പോൾ തീർച്ചയായും ഇതിനുവേണ്ടി ഇവിടെ സന്നിധരായിരിക്കുന്ന ബഹുമാനായ മുഖ്യമന്ത്രി, ഈ ബുക്ക് സ്വീകരിക്കുന്ന ബഹുമാനായ സ്പീക്കർ അടക്കമുള്ള ഇവിടെയുള്ള ബഹുമാന്യര്, ഇവിടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ബഹുമാന്യര്, വേദിയിലും സദസ്സുള്ളവൻ, അവരോടെല്ലാവരോടുമുള്ള കടപ്പാട് ഒരിക്കൽ കൂടി ഞാൻ നേരുകയാണ്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ച റോഷി അഗസ്റ്റിൻ ഇതിൻ്റെ പബ്ലിഷർ മാതൃഭൂമിയാണ്. മാണി സാറും വീരേന്ദ്രകുമാറും MP വീരേന്ദ്രകുമാറുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധമാണ്. ഒരിക്കൽ അദ്ദേഹം വീരേന്ദ്രകുമാറും അതുപോലെ തന്നെ മാണി സാറും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആത്മകഥയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഉടനടി ബഹുമാനായ വീരേന്ദ്ര ഉപസാർ പറഞ്ഞു, മാണി, ഈ പുസ്തകം ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ഞാനായിരിക്കും, അതെൻ്റെ ഒരു അവകാശമാണ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ശരി, ഞാനത് വീരന് നൽകിയിരിക്കുന്നു എന്ന് മാണി സാർ പ്രതികരിച്ചു. അങ്ങനെയാണ് മാതൃഭൂമി ഇതിൻ്റെ ഭാഗമാകുന്നത്. ആത്മകഥ പൂർത്തിയാകുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരിക്കൽ ഞാനും അച്ചാച്ചനും ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചു. ഒട്ടേറെ സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു അത്. എല്ലാം എഴുതുന്നുണ്ടോ അച്ചാച്ച എന്ന് ഞാൻ ചോദിച്ചു. എന്നെ നോക്കിയിട്ട് പറഞ്ഞു, വസ്തുതകൾ എല്ലാം ഉണ്ട്, പക്ഷെ ആരെയും വേദനിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകില്ല എന്നാണ് സൗമ്യമായി അച്ചാച്ചനോട് പറഞ്ഞത്. ഒരു മകൻ എന്ന നിലയ്ക്ക് ഞാൻ എന്താകണം, എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്നൊരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം ജീവിച്ച് കാണിക്കുവായിരുന്നു ഉണ്ടായിരുന്നത്. ആ പാതയിൽ തുടർന്ന് പരിശ്രമിച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ജീവിതത്തിലും രാഷ്ട്രീയത്തിലും മാണി സാർ എല്ലാവരെയും സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആരെയും വേദനിപ്പിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു മാണി സാറിന്. ആത്മകഥയിലും ആരെയും വേദനിപ്പിക്കാതെ ആണ് കടന്നുപോയത്. മാണി സാറിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വേദിയിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ആത്മകഥ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. മാണി സാറുമായി എക്കാലവും ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ പുസ്തക പ്രകാശനത്തിനായി ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഒപ്പം പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ അവர்களെയും ക്ഷണിക്കുന്നു. ഇച്ഛാശക്തി, നിശ്ചയദാർഢ്യം, പിണറായി വിജയൻ എന്ന പേരിനൊപ്പം കേരളം ചേർത്ത് വയ്ക്കുന്ന രണ്ട് വാക്കുകൾ. വികസന ക്ഷേമ പദ്ധതികളിലൂടെ നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് കേരളത്തെ കൈപിടിച്ച് നടത്തുന്ന വ്യക്തിപ്രഭാവം. ആദരണീയനായ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. അരനൂറ്റാണ്ടിലധികം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് ശ്രീ KM മാണിയുടെ. അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ കഴിയുന്നതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ആയിരത്തി 1965 മുതൽ 2019 അദ്ദേഹം അന്തരിക്കുന്നതുവരെയുള്ള 5.5 ദശാബ്ദക്കാലം
പാലാ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തിത്വമാണ് ശ്രീ കെ എം മാണി. ജനപ്രതിനിധി, കക്ഷി നേതാവ്, മന്ത്രി, ഈ നിലകളിലെല്ലാം ശ്രദ്ധേയമായ സംഭാവനകളാണ് ശ്രീ കെ എം മാണിയിൽ നിന്നും കേരളത്തിന് ലഭിച്ചത്. അതിൻ്റെയെല്ലാം രത്നച്ചുരുക്കം ഈ ആത്മകഥയിൽ ഉണ്ട്. വളരെ ലളിതമായ ഭാഷയിൽ വളരെ സങ്കീർണമായ കാര്യങ്ങൾ പോലും അവതരിപ്പിക്കുന്ന ആത്മകഥയാണിത്. കേരളത്തിൻ്റെ അരനൂറ്റാണ്ടിൻ്റെ ചരിത്രം തൻ്റേതായ വീക്ഷണകോണിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സഭാ നടപടികളിലെ പ്രാവീണ്യം, സംവാദങ്ങളിൽ പ്രകടമാക്കിയ വൈദഗ്ധ്യം, തർക്ക വിതർക്കങ്ങൾക്കുള്ള അസാമാന്യമായ ശേഷി, നിയമ വൈദഗ്ധ്യം, നിയമനിർമ്മാണ പ്രക്രിയയിലെ മികവാർന്ന പങ്ക്, കർഷക പ്രശ്നങ്ങളും മലയോര പ്രശ്നങ്ങളും ഉയർത്തുന്നതിലുള്ള കഴിവ്, അന്താരാഷ്ട്ര കരാറുകൾ പഠിക്കുന്നതിലെ പ്രാഭവം, കേരളത്തിൻ്റെ ശബ്ദമാവാനുള്ള താല്പര്യം, ഇവയെല്ലാമാണ് ശ്രീ കെ എം മാണിയെ വ്യത്യസ്തനാക്കുന്നത്. ഭരണനിർവഹണത്തിലും നിയമസഭാ പ്രവർത്തനത്തിലും അവഗാഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ വിഷയങ്ങൾക്ക് കൂടി വലിയ പ്രാധാന്യമുള്ള ഇത്തരമൊരു കൃതി രചിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പൊതുപ്രവർത്തകന്റെ ആത്മകഥയ്ക്ക് പ്രാധാന്യം കൈവരുന്നത് ആ പൊതുപ്രവർത്തകൻ ജീവിച്ച കാലഘട്ടത്തിലെ സമൂഹത്തെയും സംഭവങ്ങളെയും മറ്റും അനന്തര തലമുറക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെയാണ്. ഒരു പൊതുപ്രവർത്തകന്റെ ആത്മകഥ കേവലം വ്യക്തി ജീവിതത്തിൻ്റെയോ കുടുംബജീവിതത്തിൻ്റെയോ മാത്രം വിവരണമല്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട നാടിൻ്റെയും നാട്ടുകാരുടെയും സാമൂഹ്യാവസ്ഥ, സാമ്പത്തികാവസ്ഥ, അവയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയും, ഇതെല്ലാമാണ് അതിലൂടെ വായനക്കാരുമായി പങ്കുവെക്കപ്പെടുന്നത്. ഈ തത്വത്തെ അന്വർത്ഥമാക്കുന്നതാണ് ശ്രീ കെ എം മാണിയുടെ ആത്മകഥ. തന്നെക്കുറിച്ച് എന്നതിനേക്കാൾ തൻ്റെ കാലത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും പറയുന്നതിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ വെക്കുന്നത്. ഈ സമീപനം ആത്മകഥാ രചയിതാക്കൾ മാതൃകയാക്കേണ്ട ഒന്ന് തന്നെയാണ്. ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു വലിയ മുതൽക്കൂട്ടാണ് ഈ ആത്മകഥ. 1950-കൾക്ക് ശേഷമുള്ള കേരള രാഷ്ട്രീയത്തിലെ എല്ലാ പ്രധാന സംഭവവികാസങ്ങളെക്കുറിച്ചും ഈ ആത്മകഥയിൽ ശ്രീ കെ എം മാണി പ്രതിപാദിച്ചിട്ടുണ്ട്. 1970-കളിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെയും പുനഃധ്രുവീകരണത്തിൻ്റെയും വഴികൾ തൻ്റേതായ രീതിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഉള്ളക്കങ്ങളുണ്ടാക്കിയ
1959 വിമോചന സമരം, 1970 മാനേജ്മെൻറ്റ് സമരം, 1975 രാജ്യത്താകെ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ, അതിനുശേഷം കേരളത്തിലെ മുന്നണിയിൽ ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകളും മാറ്റങ്ങളും എന്നിവയെക്കുറിച്ചെല്ലാം ശ്രീ കെ എം മാണിക്കുള്ള അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി ഈ ആത്മകഥയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. യോജിക്കുന്നവർക്കും വിയോജിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനകരമാണ് ഈ ആത്മകഥാ വായന. 1979 CH മുഹമ്മദ് കോയ മന്ത്രിസഭയുടെ രാജിക്ക് ശേഷം ശ്രീ കെ എം മാണി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നപ്പോഴാണ് അന്നത്തെ നിയമസഭ പിരിച്ചുവിടപ്പെട്ടത്. പിന്നീടൊരു ഘട്ടത്തിൽ സ്വന്തം മുന്നണിയിൽ തന്നെ അദ്ദേഹത്തിന് തിക്തമായ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതും ഈ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ എതിർ മുന്നണിയിലുള്ളവർ പോലും ചെയ്യാത്ത വിധത്തിൽ സ്വന്തം മുന്നണിയിലുള്ളവർ അദ്ദേഹത്തോട് പെരുമാറി എന്നതിൻ്റെ വേദന അദ്ദേഹം ഈ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. മുന്നണി ബന്ധങ്ങൾ, മുന്നണിയിൽ ഘടകകക്ഷികൾ പാലിക്കേണ്ട രാഷ്ട്രീയ മര്യാദകൾ, അത് ലംഘിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു. മുന്നണി ബന്ധങ്ങളിൽ ഉണ്ടാവേണ്ട പരസ്പര വിശ്വാസം തകർന്നതിൻ്റെയും വൈരനിര്യാതനത്തിൻ്റെ വ്യക്തിനിഷ്ഠ സമീപനം ഉയർന്നു വന്നതിൻ്റെയും ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഹൃദയവേദനയെക്കുറിച്ച് വരെ പറയുന്നു. ഇവയിലൂടെ മുന്നണി ബന്ധങ്ങൾ എങ്ങനെയാവരുത് എന്നത് സംബന്ധിച്ച ചില പാഠങ്ങൾ ശ്രീ കെ എം മാണി മുൻപോട്ട് വെക്കുക കൂടിയാണ് ചെയ്യുന്നത്. സൈദ്ധാന്തിക രംഗത്തും ഭാഷക്കുമൊക്കെ ശ്രീ കെ എം മാണി തൻ്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സൈദ്ധാന്തിക രംഗത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനയുടെ ഉദാഹരണമാണ് അധ്വാനവർഗ സിദ്ധാന്തം എന്ന ആശയം. അദ്ദേഹത്തിൻ്റെ ആ ആശയത്തോട് വിയോജിപ്പുകളുണ്ടെങ്കിലും ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രമീമാംസക്ക് നൽകിയ സംഭാവന എന്ന നിലയിൽ അത് ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനയാണ് എഡീഷണാലിറ്റി എന്ന വാക്ക്. അങ്ങനെ പറയാമോ എന്ന കാര്യത്തിൽ തന്നെ സഭയിൽ ഒരിക്കൽ സംവാദവുമുണ്ടായി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ വേണമെന്നും ഫെഡറൽ ഘടനയുടെ അന്തസ്സത്ത പുഷ്ടിപ്പെടുത്തണമെന്നും അതിശക്തമായി വാദിച്ചിരുന്ന പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ കെ എം മാണി. സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു എന്നത് നിസ്തർക്കമായ വസ്തുതയാണ്. ഇന്ന് പല മേഖലകളിലും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് മേൽ കടന്നുകയറ്റമുണ്ടാകുമ്പോൾ ശ്രീ കെ എം മാണിയെപ്പോലെ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്കായി നിലകൊള്ളുന്നവരുടെ കുറവ് ഏറെ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ അധികാരാവകാശങ്ങളെ വകവെക്കാതെ
സംസ്ഥാന വിഷയങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനും സംസ്ഥാനങ്ങളുടെ നികുതി അധികാരങ്ങൾ വെട്ടിക്കുറക്കുന്നതിനും സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധിക്കുമേൽ യുക്തിരഹിതമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനും ഒക്കെയെതിരെ വലിയ പ്രതിഷേധം അദ്ദേഹം ഉയർത്തുമായിരുന്നു എന്നതിൽ സംസ്ഥാനങ്ങളുടെ പൊതുവായതും കേരളത്തിൻ്റെ സവിശേഷതമായ ആവശ്യങ്ങളെ മുൻനിർത്തി ജനാധിപത്യപരമായ പോരാട്ടങ്ങൾക്ക് നമ്മൾ നേതൃത്വം നൽകുന്ന ഈ ഘട്ടത്തിൽ ശ്രീ കെ എം മാണി നമ്മോടൊപ്പമില്ല എന്നത് വലിയ നഷ്ടമാണ്. ശ്രീ കെ എം മാണിയുടെ ഈ ആത്മകഥയെ വായനാ സമൂഹം മികച്ച രീതിയിൽ സ്വീകരിക്കുമെന്നത് ഉറപ്പാണ്. കേരള രാഷ്ട്രീയത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ കൃത്യമായി മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ആത്മകഥ പ്രകാശനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മാതൃഭൂമി ബുക്സ് മാണി സാറിൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്യണം, പബ്ലിഷ് ചെയ്ത് പ്രകാശനം ചെയ്യണം, അത് നിയമസഭക്കകത്ത് വെച്ച് നടത്തണം അഭ്യർത്ഥനയുമായി ജോസ് കെ മാണിയും മറ്റംഗങ്ങളും എന്നെ വന്ന് കണ്ടപ്പോൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലം നിയമസഭയാണ് എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. കാരണം തുടർച്ചയായി 53 വർഷം ഒരു മണ്ഡലത്തെ പ്രതിദാനം ചെയ്തൊരു മനുഷ്യൻ നിയമസഭയിലേക്ക് എത്തുന്നു. അതൊരു റെക്കോർഡാണ്. ഈ റെക്കോർഡ് ഇനി ആർക്കെങ്കിലും തകർക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തകർക്കാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കാരണം 2019 വരെ ഒരു സഭയിൽ തുടർച്ചയായ ഒരു മണ്ഡലത്തിൽ നിന്ന് വരിക, അത് മാത്രമല്ല സഭയുടെ പ്രവർത്തനങ്ങളിൽ നിയമനിർമ്മാണത്തിലെല്ലാം വളരെ സജീവമായി ഇടപെട്ട ഒരു പൊതുപ്രവർത്തകൻ, മന്ത്രി, നിയമസഭാ സാമാജിക കക്ഷി നേതാവ്, എല്ലാ തലത്തിലും കേരള നിയമസഭയിൽ സജീവമായി നിന്ന ഒരു പൊതുപ്രവർത്തകന്റെ ആത്മകഥയാണ് ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഈ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങളെല്ലാം ഇവിടെ പരാമർശിച്ചു. ഇവിടെ ഈ പുസ്തകം ഒരർത്ഥത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, വളരെ വേഗത്തിൽ മാതൃഭൂമി ബുക്സിന്റെ മാണി സാറിന്റെ ആത്മകഥയുടെ 1ാം എഡിഷൻ വിറ്റഴിക്കപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. കാരണം ഒന്ന് കണ്ണോടിച്ചപ്പോൾ വായിക്കണം, നിർബന്ധമായും വായിക്കണം എന്ന് തോന്നലാണ് എനിക്കുണ്ടായത്. ഏതാണ്ട് 500 പേജിനടുത്തുള്ള ഒരു പുസ്തകം വെറുതെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ വായനക്കാരന് വായിക്കണമെന്ന് തോന്നുന്നിടത്താണ് ആ പുസ്തകത്തിന്റെ വിജയം. മാണി സാർ വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതി എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിക്കാൻ ആ പുസ്തകത്തിലൂടെ അദ്ദേഹം ശ്രമിച്ചിട്ടുമില്ല. ഇവിടെ അദ്ദേഹത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നു. അദ്ദേഹം നല്ലൊരു നിയമസഭാ സാമാജികനായിരുന്നു. നിയമനിർമ്മാണത്തിനകത്ത് വളരെ സജീവമായി ഇടപെട്ട ഒരു നിയമസഭാ സാമാജികനായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ സഭക്കകത്തിരിക്കാൻ വെറും 3 വർഷം മാത്രമാണ് എനിക്ക് സാധിച്ചത്. 14ാമത് കേരളയിൽ പുതുകക്കാരനായി സഭയിലെത്തിയപ്പോൾ അന്ന് 3ാം നിരയിലിരിക്കുന്ന ഭരണപക്ഷത്തിന്റെ ഭാഗത്തിരിക്കുന്ന ഏതാണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളൊക്കെ എത്തുന്നത്. ഭരണപക്ഷത്തിന്റെ ഭാഗമായി പ്രസംഗിക്കുമ്പോൾ ചില ഘട്ടങ്ങളിൽ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോഴും പ്രസംഗം കഴിഞ്ഞിരുന്ന് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പുഞ്ചിരിയോടെ ഞങ്ങളെപ്പോലുള്ള പുതുതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ശ്രീ മാണി സാർ സ്വീകരിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. ഇവിടെ വളരെ വിശദമായി തന്നെ സംസാരിക്കാൻ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരായ നേതാക്കളിരിക്കുന്ന ഒരു വേദിയിൽ അധിക നേരം സംസാരിക്കുന്നതിന് അനൗചിത്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ എന്നെ ഏൽപ്പിച്ച കെ മാണി ഫൗണ്ടേഷനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി പുസ്തകം ഏറ്റുവാങ്ങി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. രാഷ്ട്രീയ പ്രവർത്തകർക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും രാഷ്ട്രമീമാംസയിൽ ഗവേഷണം നടത്തുന്നവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പുസ്തകമായിരിക്കും ഇത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നു.
ഈ പുസ്തകം പ്രസാധനം ചെയ്യാൻ മുൻകൈയെടുത്ത ശ്രീ കെ എം മാണി ഫൗണ്ടേഷനും മാതൃഭൂമി പബ്ലിക്കേഷൻസിനും അഭിനന്ദനം അർഹിക്കുന്നു. പുസ്തക പ്രകാശന വേളയിൽ പുസ്തകത്തെക്കുറിച്ചും പറയാം, ഗ്രന്ഥകർത്താവിനെ കുറിച്ചും പറയാം. ഒരു എഴുത്തുകാരൻ എല്ലാ സത്യങ്ങളും പറയണമെന്നില്ല. എന്നാൽ പറയുന്നത് സത്യമായിരിക്കുകയും വേണം. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കറിയാവുന്നിടത്തോളം. പലർക്കും വേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പല സത്യങ്ങളും പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ല എന്നും എനിക്കറിയാം. മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന മാണി സാറിൻ്റെ ശീലം ആത്മകഥയിലും പ്രതിഫലിക്കുന്നുണ്ട്. പുസ്തകത്തെ പറ്റി കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നാലെ പലരും പ്രസംഗിക്കാനുള്ളത് കൊണ്ട് മാത്രമല്ല, പുസ്തകത്തിലുള്ളത് മുഴുവൻ ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ പുസ്തകം വായിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടുമോ എന്ന ഭയവുമുണ്ട്. ഗ്രന്ഥകാരനെ കുറിച്ച് പറയാനുണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ല. ശ്രീ റോഷി അഗസ്റ്റിൻ ചില അനുഭവങ്ങളൊക്കെ പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ചില കാര്യങ്ങളെല്ലാം പറയണമെന്ന്. എന്നാൽ സമയം അനുവദിക്കാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ, ബഹുമാനപ്പെട്ട സ്പീക്കർ സൂചിപ്പിച്ചതുപോലെ ഈ സന്ദർഭത്തിൻ്റെ ഔചിത്യം മനസ്സിലാക്കി അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. മാണി സാറിൻ്റെ പുസ്തകത്തിൽ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു പക്ഷേ ഇതിനൊരു അനുബന്ധമായി പലതും പറയാനും എഴുതാനും ഉണ്ടാവും. അതിനുള്ള സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരിക്കൽ ഉഴവൂരിൽ ഒരു പൊതുസുഹൃത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ളൊരു വയോജന പരിപാലന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ആണ്. സാറുമുണ്ട്, ഞാനുമുണ്ട്. സാറിൻ്റെ പ്രസംഗം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പറ്റിയായിരുന്നു, കുട്ടിയമ്മയെ പറ്റി. സാറ് കണ്ണു നിറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു ഈ ജോസിൻ്റെ അമ്മയെ പറ്റി. ഭയങ്കരമായ ടച്ചിങ് ആയ പ്രസംഗമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഓർത്തത് എൻ്റെ അമ്മയെ പറ്റിയും എൻ്റെ ഭാര്യയെ പറ്റിയുമാണ്. അങ്ങനെ ഓർമ്മിപ്പിക്കുന്ന പ്രസംഗമായിരുന്നു. നമ്മൾ കാണുന്ന പരുക്കനായ കെ എം മാണി സാർ, ഭയങ്കര ഗർജിക്കുന്ന കെ എം മാണി സാർ, ആ കെ എം മാണി സാർ എത്ര ആർദ്രതയുള്ള ഒരു ഭർത്താവാണെന്ന് എനിക്കൊന്ന് ബോധ്യപ്പെട്ടു. ഞാൻ പറയുകയും ചെയ്തു. സാറ് അപ്പോഴും കണ്ണു നിറഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. കുട്ടിയമ്മ അത് മാത്രമല്ല, അതിനപ്പുറത്താന്ന് പറഞ്ഞു. അത് മാണി സാറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മനസ്സിലേക്ക് വരുന്നു. ഈ എന്നൊരു പുസ്തകം ഇപ്പം ഇവിടെ പ്രകാശിപ്പിച്ച പുസ്തകമല്ല. ഇത് മാണി സാറിനെ പറ്റി പ്രഗത്ഭനായ പത്രപ്രവർത്തകൻ ശ്രീ കെ ഗോവിന്ദൻകുട്ടി എഴുതിയ കെ എം മാണി എ സ്റ്റഡി ഇൻ റീജിയണലിസം എന്ന പുസ്തകമാണ്. ഇതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒന്നാമത്തെ വാചകം എനിക്കൊന്ന് വായിക്കാൻ തോന്നിപ്പോയി. ഞാൻ മറിച്ച് നോക്കിയപ്പോൾ, what came to be known as the Kerala Congress was still throbbing in the womb of time when a lean young man sporting a bushy moustache like P.T. Chako's famous trademark barged into the Thiruvananthapuram bureau of the Malayalam newspaper Deepika in 1964. ഞാൻ ഭാവനകൾ കണ്ടു ആ ലീൻ യങ് മാനെ, ആ കട്ടി മീശയെ, ആ P.T. ചാക്കോ ട്രേഡ്മാർക്കിനെ. അതിനകത്തൊരു കെ എം മാണിയുണ്ട്. ആ കെ എം മാണി 64 എന്തായിരുന്നു അതുപോലെയായിരുന്നു മിക്കവാറും ഭരിക്കുന്ന സമയം വരെ. അതേ ചടുലതയും അതേ കട്ടി മീശയും അതേ പ്രസരിപ്പും. ക്ഷീണിതനായി കണ്ടത് എത്രയോ വിരളമായിരുന്നു. അവസാനത്തെ ഏതാനും ആഴ്ചകളായിരിക്കാം. ബാക്കി എല്ലായ്പ്പോഴും മാണി സാർ ശക്തനായിരുന്നു, സജീവമായിരുന്നു. സാറിനെ പറ്റി ഓർക്കാനുള്ളത് അത്തരം കുറേ കാര്യങ്ങളാണ്. മാണി സാറിൻ്റെ ആത്മകഥ
പ്രകാശനം ചെയ്യുന്ന ഈ മുഹൂർത്തത്തിന് ബഹുമാനായ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത ഈ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ഒരു പുസ്തകത്തിലൊന്നും ഒതുക്കാൻ കഴിയില്ല, വിചാരിച്ചാലും നടക്കൂല എന്നുള്ളതാണ് വസ്തുത. അതാണ് ശ്രീ മാണി പറഞ്ഞത്. 10-20 കൊല്ലം എടുത്തു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം നല്ലപോലെ അറിയുന്ന ഒരാളാണ് ഞാൻ. ലോകം കാണുന്ന രാഷ്ട്രീയ ബന്ധമല്ല, അതിലപ്പുറം അടുത്ത നല്ല സുഹൃത്ത് എന്നുള്ള നിലക്കുള്ള ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ആത്മകഥ എഴുതണം എൻ്റെ കുഞ്ഞാലിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ 10-20 കൊല്ലം മെനക്കെട്ടിട്ടും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ ഒരു പുസ്തകത്തിലേക്ക് ചുരുക്കിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ്. കാരണം അത്രയും കഴിവുള്ള, അത്രയും വ്യത്യസ്തമായ ഒരു കഴിവുള്ള ആളായിരുന്നു മാണി സാർ. മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിതത്തിൽ വലിയ ചില സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. കമ്മിറ്റ്മെൻറ്റോടെ സ്ത്രീയൊക്കെ അത് പറയാനാണ് സമയമെടുത്ത് ശ്രമിച്ചത്. പക്ഷെ പറഞ്ഞിട്ട് ആകുന്നില്ല. അദ്ദേഹത്തെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് കൃഷിക്കാർ, അതുപോലെ തന്നെ അധ്വാനിക്കുന്ന ആളുകൾ, അവർക്കൊടൊക്കെയുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള നല്ല പ്രാഗൽഭ്യമുള്ള വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു. ബഡ്ജറ്റിലൊക്കെ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കുന്ന വേളയിലൊക്കെ ഈ കഴിവ് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതേക്കുറിച്ചൊന്നും അധികം പറഞ്ഞ് പോകുന്നില്ല. ഈ 10 പതിറ്റാണ്ടുകൾ നീണ്ട ജീവിതയാത്രയിൽ ഒരുപക്ഷെ ഒരേ മുന്നണിയിലിരുന്ന് എല്ലാത്തിനും സാക്ഷിയായി അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ അനുഭവമുള്ള ഒരാൾ ഈ വേദിയിൽ ഞാനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയത്തിനൊക്കെ അതീതമായ വ്യക്തിബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവുണ്ട്. മുന്നണി വിട്ടതിന് ശേഷം ഞാൻ പാർലമെന്റിലേക്ക് മലപ്പുറത്ത് നിന്ന് മത്സരിച്ചപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. പ്രചരണത്തിന് ഞാൻ വരുന്നുണ്ടെന്ന് വന്ന് എനിക്ക് വേണ്ടി അവിടെ കേരള കോൺഗ്രസിന്റെ ഒരു യോഗം മലപ്പുറത്ത് സംഘടിപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി മാണി സാറ് പ്രസംഗിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് വേറെയാണ്, എന്നെപ്പറ്റി തന്നെ ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച എൻ്റെ സുഹൃത്ത് ആണ് കുഞ്ഞാലിക്കുട്ടി. ഞാനത് വലിയ ആദരവായി എന്നും മനസ്സിൽ കൊണ്ട് മാണി സാറിൻ്റെ ചരിത്രം അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകൾ നീണ്ട ചരിത്രം അതുകൊണ്ട് തന്നെ കേരളത്തിന് വലിയ സംഭാവന നൽകിയതാണ്. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ, സാമൂഹിക പരിഷ്കരണത്തിൽ, വിദ്യാഭ്യാസ പുരോഗതിയിൽ ഒക്കെ ആ കഴിവിൻ്റെ ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിലൂടെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ. അത് മാണി സാർ വിട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. വിട്ടതൊക്കെ ചിലത് എനിക്ക് എഴുതാൻ പറ്റും. ഞാനതേക്കുറിച്ച് ഇനി എൻ്റെ ബുക്കിൽ ആലോചിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വർദ്ധിപ്പിക്കുന്നുണ്ട്. മാതൃഭൂമി എന്ന സ്ഥാപനം വലിയ പ്രതിസന്ധി ഘട്ടത്തോടെ കടന്നു പോകുമ്പോൾ 1978 സമരവും ലോക്കൗട്ടുമായി 55 ദിവസം ആ സ്ഥാപനം പൂട്ടിക്കിടന്നു. അന്ന് എൻ്റെ ഇളയച്ചൻ, എൻ്റെ MD ആയിരുന്ന 38 വയസ്സുകാരൻ കൃഷ്ണമോഹൻ തിരുവനന്തപുരത്ത് വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു തിരുവനന്തപുരത്ത് ഒരു എഡിഷൻ തുടങ്ങണം. ഞാൻ അച്ഛൻ MD ആയി മാതൃഭൂമിയിൽ വന്ന് മിഷൻ ഓർഡർ ചെയ്തു ട്രാൻസ്ഫർ വന്നു. അന്ന് 2 ബാങ്കുകളുള്ളത്, നെടുങ്ങാടി ബാങ്കും SBI. അന്ന് മാതൃഭൂമി ചെറിയ സ്ഥാപനം, 3-4 കോടി രൂപയുടെ വിറ്റുവരവുള്ള സ്ഥാപനം. ആ മിഷൻ വന്ന് ഇവിടെ ഷിപ്പ്യാർഡ് കിടക്കുക. അതിൻ്റെ ഡ്യൂട്ടി അടിക്കാൻ പൈസ ഇല്ല, ബാങ്കിൽ നിന്ന് പൈസ ലഭിക്കാൻ സാധിക്കില്ല. അന്ന് മാണി സാറ് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തെ വിളിച്ചു. ഒരു വലിയ അടുപ്പാണ് വരുന്നത്. ഇത് ഞാൻ ബജറ്റ് എഴുതിക്കൊണ്ടിരിക്കുക, അതൊന്നും എനിക്കറിയില്ല, എനിക്ക് ഇപ്പം കാണണം.
ഇതും പോയി കണ്ടിട്ട് ആ നിമിഷം തന്നെ KFC വിളിച്ച് പറഞ്ഞ് 30 ലക്ഷം രൂപ ലോണ് കൊടുത്ത് അങ്ങനെയാണ് തിരുവനന്തപുരം എഡിഷൻ ഞങ്ങൾ തുടങ്ങിയത്. മാതൃഭൂമിയുടെ വളർച്ചയിൽ ഏറ്റവും നിർണായ പങ്കുവഹിച്ച ഒരു നീക്കമായിരുന്നു അത്. അതൊരിക്കലും മറക്കാൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ മരിച്ചു പോയാലും നീ മറക്കരുത്, നീ മരിച്ചു പോയാൽ നിൻ്റെ മക്കളും മറക്കരുത്. അതിനപ്പുറമുള്ള ബന്ധമുണ്ട്. അതിലേക്ക് ഞാൻ പറഞ്ഞു. വേറൊരു സാന്ദർഭികമായിട്ട് ജോസ് പറഞ്ഞു, അച്ഛനോട് മനസ്സ് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാതൃഭൂമി എന്നെ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. അച്ഛൻ മരിച്ചു, പിന്നെ ജോസ് എന്നോട് സംസാരിച്ചു. ഈ ചുമതല ഞാൻ എൻ്റെ മകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവളാണ് ഈ പുസ്തകം 3 തലമുറ ആയിട്ടുള്ളൊരു പിതാവും ഞാനും എൻ്റെ മകളും അത് 3 ആളും കൂടി ഇറക്കിയ പുസ്തകമാണ്. അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയായിട്ട് എനിക്കറിയില്ല. അതുപോലെ തന്നെ നിയമസഭാ സാമാജിക നിലയിൽ ഞാൻ എന്നും മാണി സാറിൻ്റെ പ്രസംഗം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കും. കാരണം അത് നമുക്ക് വളരെ പഠിക്കാനുണ്ട് കാര്യങ്ങൾ. ബജറ്റിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പഠിച്ച് ഓരോ കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കും. അതുപോലെ ആദ്യം തന്നെ നിയമസഭയിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച്. അതിപ്പോൾ എൻ്റെ മനസ്സിൽ കൃത്യമായി പതിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ വളരെ അടുത്ത ബന്ധം ഇവിടെ റോഷി പറഞ്ഞല്ല, അദ്ദേഹം മരിച്ചപ്പം സ്വന്തം അനിയനോ ഏട്ടനോ മരിച്ച പോലെ എൻ്റെ പിതാവ് വന്ന് പൊട്ടിക്കരഞ്ഞു. ഇവരെല്ലാം താങ്ങി പിടിച്ചാണ് അദ്ദേഹത്തെ കാടുകൂടെ എത്തിയത്. അത്ര വലിയ ബന്ധമാണ്. ഈ പുസ്തകത്തിൽ അത് പലരും പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന പുസ്തകം, വളരെ ലളിതമായ ഭാഷയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം തന്നെ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തകരും എല്ലാം തന്നെ ആ കാലത്ത് കേരളത്തിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ മാണി സാറിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ ജീവിതവും എല്ലാം തന്നെ മനസ്സിലാക്കി വലിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും. അത് വലിയൊരു കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ഇനി എഴുതാനുണ്ട്. അത് താങ്കളുടെ പുസ്തകത്തിൽ എഴുതാൻ നമ്മൾ സംസാരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കൂടി ജീവചരിത്രം ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. അത് ഞങ്ങൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ബന്ധം ഓർത്തുകൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതിലുള്ള ഞങ്ങളുടെ അതിയായ സന്തോഷവും കൂടി ഇവിടെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു.